കാര്യങ്ങളിൽ രണ്ടാമത്തത് മലക്കുകളിൽ വിശ്വസിക്കലാണ്. ഈമാൻ കാര്യങ്ങളിൽ ഒന്നാമത്തത് അള്ളാഹുവിൽ വിശ്വസിക്കലാണ്, അത് നമ്മൾ പറഞ്ഞു. ഇനി ഈമാൻ കാര്യങ്ങളിൽ രണ്ടാമത്തത് മലക്കുകളെ വിശ്വസിക്കലാണ്. മലക്കുകളിൽ വിശ്വസിക്കുക, മലക്കുകൾ എന്നുള്ളത് തന്നെയാണ് നമ്മുടെ പാഠത്തിൻ്റെ പേരും. അപ്പോൾ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് 3ാം ക്ലാസ്സിലെ അക്കീദയിൽ രണ്ടാമത്തെ പാഠമാണ്. പാഠത്തിൻ്റെ പേര് മലക്കുകൾ എന്നാണ്. ഓക്കെ, ഈ പാഠം എന്ന് പറഞ്ഞാൽ ഈമാൻ കാര്യങ്ങളിൽ രണ്ടാമത്തേത് മലക്കുകളിൽ വിശ്വസിക്കുക എന്നുള്ളതിനെ കുറിച്ചിട്ട് ചർച്ച ചെയ്യുന്ന പാഠമാണ്. വശം കൊണ്ട് സൃഷ്ടിക്കപ്പെട്ട ഒരു പ്രത്യേക സൃഷ്ടിക്കാണ്, അല്ലെങ്കിൽ പ്രത്യേക സൃഷ്ടികളാണ് മലക്കുകൾ എന്ന് പറയുന്നത്. അവർ സ്ത്രീകളോ പുരുഷന്മാരോ അല്ല. അവർക്ക് ഉറക്കമോ മറവിയോ ഇല്ല. അവർക്ക് അന്നപാനീയങ്ങൾ ആവശ്യമില്ല. ക്ഷീണമോ മടിയോ അവർക്കില്ല. മനുഷ്യന്മാരെ സംബന്ധിച്ചുള്ള യാതൊരു കാര്യങ്ങളും അവർക്കില്ല. മനുഷ്യനെ സംബന്ധിച്ച് ഉറക്കം ഉണ്ടാവും, ക്ഷീണം ഉണ്ടാവും, അതേപോലെ മറവി ഉണ്ടാവും, അതൊന്നും അവർക്കില്ല. ഓക്കെ, അവർ പ്രകാശം കൊണ്ട് സൃഷ്ടിച്ച ആളുകളാണ്. അപ്പോൾ ഒരു മലക്കുകളെ കുറിച്ചിട്ടുള്ള 3-4 പോയിന്റുകൾ പഠിച്ചു വെക്കുക. അവർ സ്ത്രീകളോ പുരുഷന്മാരോ അല്ല. അവർക്ക് ഉറക്കമോ മറവിയോ ഇല്ല. അവർക്ക് അന്നപാനീയങ്ങൾ ഭക്ഷണങ്ങൾ ആവശ്യമില്ല. അവർക്ക് ക്ഷീണമോ മടിയോ ഒന്നുമില്ല. ഓക്കെ, അത് നമ്മൾ പറഞ്ഞു. നെക്സ്റ്റ്, അള്ളാഹു കൽപ്പിക്കുന്നതെല്ലാം ചെയ്യുന്നവരാണ് മലക്കുകൾ. ഓക്കെ, അള്ളാഹു കൽപ്പിക്കുന്ന കാര്യങ്ങൾ മാത്രമേ മലക്കുകൾ ചെയ്യൂ. പിന്നെ നിമിഷ നേരം കൊണ്ട് അവർ ഉദ്ദേശിച്ച സ്ഥലത്ത് എത്താൻ അവർക്ക് കഴിയും. അഥവാ പ്രകാശത്തിൻ്റെ വേഗത എന്ന് പറഞ്ഞാൽ ഫ്രാക്ചർ ഓഫ് സെക്കൻഡാണ്. നമ്മളൊരു സ്വിച്ച് ഇട്ടാൽ ടപ്പയെന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യും, ലൈറ്റ് കത്തും. സ്വിച്ച് ഇട്ട് 1 മിനിറ്റ് എടുക്കും ലൈറ്റ് കത്താൻ. അത് ടർബൻ കറക്കി ഉണ്ടാക്കുന്ന പ്രകാശമാണ്. എന്നാൽ യഥാർത്ഥ സൗരോർജ്ജം സൺലൈറ്റിൽ നിന്ന്, സൂര്യനിൽ നിന്ന് എടുക്കുന്ന പ്രകാശത്തിന് ഈ ടർബൈൻ കറക്കി ഉണ്ടാക്കുന്ന എനർജിയേക്കാൾ എത്രയോ ദൂരത്തായിരിക്കും. അപ്പോൾ ആ നിലക്ക് ചിന്തിച്ചാൽ മതി. അവരെന്താണ്, പിന്നെ ഉദ്ദേശിച്ച സ്ഥലത്ത് അവർക്ക് പെട്ടെന്ന് എത്താൻ കഴിയും. അവരുടെ എണ്ണം അള്ളാഹുവിന് മാത്രമേ അറിയൂ. അവരുടെ എണ്ണം എത്രയാണ് എന്നുള്ളത് അല്ലാതെ അറിയാൻ സാധിക്കില്ല. പ്രധാനികളായ 10 മലക്കുകളുടെ പേരും അവരുടെ ചുമതലകളും നാം അറിയേണ്ടതുണ്ട്. പ്രധാനപ്പെട്ട 10 മലക്കുകളുണ്ട്. അവരുടെ പേരും അവർക്ക് ഓരോരുത്തർക്കും നിക്ഷിപ്തമായ ചുമതലകളുണ്ട്. അത് നമ്മൾ എന്ത് ചെയ്യണം, പഠിച്ചു വെക്കണം. അതാണ് നമ്മളിനി പറയുന്നത്. ഓക്കെ, 10 പ്രധാനപ്പെട്ട മലക്കുകൾ. 1 ജിബ്രീൽ അലൈഹിസ്സലാം. അംബിയാ മുർസലുകൾക്ക് വഹി എത്തിച്ചു കൊടുക്കുന്ന ഡ്യൂട്ടിയാണ് ആർക്ക്, ജിബ്രീൽ അലൈഹിസ്സലാം. മീകായിൽ അലൈഹിസ്സലാം ഇടി, മിന്ന്, മഴ, കാറ്റ്, അതേപോലെ റിസ്ക്, ഭക്ഷണം മുതലായവ ഏൽപ്പിക്കപ്പെട്ട മലക്കാണ്. ഇസ്രാഫീൽ അലൈഹിസ്സലാം എന്ന് പറഞ്ഞാൽ സൂറെന്ന കാഹളത്തിൽ ഊതുന്നവരാണ്. സൂറെന്ന കാഹളം എന്ന് പറഞ്ഞാൽ ലോകാവസാനത്തിൻ്റെ സമയത്ത് ഇസ്രാഫീൽ അലൈഹിസ്സലാം സൂറെന്ന കാഹളത്തിൽ ഊതുമ്പോഴാണ് ലോകം അവസാനിക്കുക, നമ്മൾ പഠിച്ചതാണ്. അസ്രായിൽ അലൈഹിസ്സലാമിനാണ് റൂഹ് പിടിക്കുന്ന ചുമതല. മുൻകർ നക്കീർ അലൈഹിസ്സലാം ഖബറിൽ വെച്ച് ചോദ്യം ചെയ്യും. റക്കീബ് അതീബ് എന്നവർ നന്മ തിന്മ എഴുതും. റക്കീബ് എന്നവർ വലത് തോളിലും അതീബ് എന്നവർ ഇടത് തോളിലുമാണ്. മാലിക് അലൈഹിസ്സലാം നരകത്തെ കാക്കുന്ന ആളാണ്. റിൽവാൻ അലൈഹിസ്സലാം സ്വർഗ്ഗത്തെ കാക്കുന്ന ആളാണ്. അപ്പോൾ 10 മലക്കുകൾ ജിബ്രീൽ, മീകായിൽ, ഇസ്രാഫീൽ, അസ്രായിൽ, മുൻകർ നക്കീർ, റക്കീബ് അതീബ്, മാലിക്, റിൽവാൻ അലൈഹിമുസ്സലാം. ഇവരാണ് പ്രധാനപ്പെട്ട 10 മലക്കുകൾ. ഇവരുടെ ചുമതലകളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, അത് നിർബന്ധമായിട്ടും വായിച്ച് പഠിക്കട്ടോ. പരീക്ഷയ്ക്ക് എന്തായാലും ഉണ്ടാവും. പരീക്ഷയ്ക്ക് മാത്രമല്ല, മുൻപോട്ടുള്ള ജീവിതത്തിൽ ആവശ്യമായിട്ട് വരുന്ന ഒരു കാര്യം കൂടെയാണ്. ഓക്കെ, ഇനി നമുക്ക് ആ പാഠത്തിൻ്റെ ചോദ്യോത്തരങ്ങൾ നോക്കാം. മലക്കുകൾ എന്ന് പറഞ്ഞാൽ ആരാകുന്നു? പ്രകാശം കൊണ്ട് സൃഷ്ടിക്കപ്പെട്ട പ്രത്യേകതരം സൃഷ്ടികൾക്കാണ് മലക്കുകൾ എന്ന് പറയാം. ഇനി ഞാൻ നേരത്തെ പറഞ്ഞു, മലക്കുകളുടെ വിശേഷണങ്ങളിൽ നിന്ന് 3 എഴുതാൻ. അവർ സ്ത്രീകളോ പുരുഷന്മാരോ അല്ല. അവർക്ക് അന്നപാനീയങ്ങൾ ആവശ്യമില്ല. അവർക്ക് ഉറക്കമോ ക്ഷീണമോ ഉണ്ടാവില്ല. പിന്നെ മാലിക് അലൈഹി സ്വലാമിൻ്റെ ചുമതലകൾ എന്തെല്ലാം? മാലിക് അലൈഹി നരകത്തെ കാക്കുന്ന മലക്കാണ്. അപ്പോൾ രണ്ടാമത് ഉള്ള ബൈറ്റ് നിങ്ങൾ കേട്ടു. അപ്പോൾ അതൊന്ന് നന്നായിട്ട് പ്രാക്ടീസ് ചെയ്ത് നോക്കുക. അതേപോലെ മൂന്നാമത്തേത് യോജിപ്പിക്കാനുള്ളതാണ്. അത് നിങ്ങൾ പഠിച്ച അറിവ് വെച്ചിട്ട് നിങ്ങളതൊന്ന് ചെയ്ത് നോക്കുക. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുകയും ചെയ്യാം കേട്ടോ. ഓക്കെ, എത്രയുള്ള പാഠങ്ങൾ നന്നായി പഠിക്കുക. ഓക്കെ, അസ്സലാമു അലൈക്കും.